ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രാവിലെ കുറച്ച് കുരുമുളക് പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പറമ്പിലോട്ട് ഇറങ്ങി കുറച്ച് കുരുമുളക് പറിക്കുകയാണ്. ഇനി കുറേയൊക്കെ പറിക്കാം. ഇനി പിന്നീട് ഒരു സ്റ്റൂളോ ഏണിയോ എടുത്തുകൊണ്ടൊന്ന് ചാരിയിട്ട് ബാക്കി പറിക്കാം. ഇത്രയും പറിച്ചിട്ടുണ്ട്, ഇനിയും കുറച്ചുകൂടെയൊക്കെ പറിക്കാനുണ്ട്. കയ്യെത്താവുന്നതെല്ലാം ഞാൻ പറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഈ മരത്തിൽ നിന്ന് ഇത്രയും കുരുമുളക് കിട്ടി. എൻ്റെ വീട്ടാവശ്യത്തിനുള്ള, വിൽപ്പനയ്ക്കൊന്നുമില്ല, എൻ്റെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മരത്തിൻ്റെ മണ്ടയിലുണ്ട്. അതിന് ചെറിയൊരു ഏണി എടുത്തുകൊണ്ട് ഇതുകൂടെ പറിച്ചെടുക്കാം. ഇതൊക്കെ കൂലി കൊടുത്തൊക്കെ ചെയ്താൽ നമുക്കിതൊന്നും മുതലാവില്ല. ഇതൊക്കെ സ്വന്തം അധ്വാനത്തിൽ കൂടെ കുറേയൊക്കെ പറിച്ചാലേ പറ്റുള്ളൂ. കാല് വയ്യ, എന്നാലും ഒരു ചെറിയൊരു ഏണി കൊണ്ടുവന്ന് ചാരിയിട്ട് ബാക്കി പറിക്കാം. വീട്ടിൽ പോയി ഞാൻ ഒരു ഏണി എടുത്തോണ്ട് വരട്ടെ, വീട്ടിൽ പോയിട്ട് വരാം. ഈ ഏണിയിൽ കയറി ഒന്ന് കുറച്ച് കുരുമുളക് കൂടെ പറിക്കാനുണ്ട്, അതുകൂടെ ഒന്ന് പറിക്കട്ടെ. കുറേ കുരുമുളക് പറിച്ചപ്പം കുറേ തറയിൽ വീണ് പോയി. ഏണിയിൽ നിന്ന് പറിച്ചപ്പോഴേ തറയിൽ വീണ്. അതിന് എത്ര ഇനി ഒന്ന് നുള്ളിറക്കട്ടെ. കുരുമുളക് നല്ല വിലയല്ലേ, നല്ല വിലയുള്ള സമയമാണ്. അപ്പോൾ അതിനെ പാഴാക്കി കളയണത് എങ്ങനെയാണ്? ഇതിനെല്ലാം നുള്ളിപ്പറക്കിയെടുക്കണം. നുള്ളിപ്പറക്കിയെടുത്താൽ ഒരു 100-150 ഗ്രാം മുളകോളം ഇവിടെ നിന്ന് തന്നെ തറയിൽ കിട്ടാം. മുളക് കിടക്കുന്നുണ്ട്. ഇത് വള്ളി ഒടിഞ്ഞ് വീണുപോയി ഞാൻ പറിച്ചപ്പോൾ. ഉണക്കി കൊടുത്താൽ തന്നെ ഒരു കിലോയ്ക്കിപ്പം 625 രൂപയുണ്ട് ഉണക്ക കുരുമുളകിന്. അപ്പോൾ ഇതൊക്കെ അത് നുള്ളിപ്പറക്കി എടുക്കണം. പോയി ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ഇറക്കിയിട്ട് കൊടുക്കും. അല്ല എൻ്റെ കയ്യിൽ നിൽക്കില്ല. ഇത് കൊണ്ടങ്ങ് ഇട്ടിട്ട് വരട്ടെ. ഏണിയിൽ കയറി ഇത്രയും മുളക് കൂടെ ഞാൻ പറിച്ചു. എല്ലാം കൂടെ അരി ഇടട്ടെ. അതിൻ്റെ മൂട്ടി കിടക്കുന്ന പറക്കാൻ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്. ഇതിനെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. ശരി.